രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്, ബി ദ ചേഞ്ച് ദറ്റ് യു വോണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. നിങ്ങൾ സമൂഹത്തിൽ കാണാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് നിങ്ങളതായി മാറുക. പലപ്പോഴും നമ്മൾ നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയും, ആരെ വിളിച്ച് നിയമത്തിൽ നിന്ന് ഒഴിവാവാം എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്നവനാണ് മലയാളി എന്ന് പറയും. ഇതിൻ്റെ ഒരു മോശം വശമായിട്ട് ഞങ്ങൾ നിയമജ്ഞരും നിയമപാലകരും കാണുന്ന കാര്യമാണ്. എപ്പോഴും ഒരു ഭൂരിപക്ഷം കേസുകളിലും ഒരു സമൂഹം തന്നെയാണോ മനുഷ്യരെ കുറ്റവാളികളാക്കുന്നത്? സൊസൈറ്റി എന്ന് പറയുന്ന വാക്കിനെ സുയി ജനറിസ് എന്നാണ് പറയുക. തന്നെത്താൻ ഉണ്ടായതാണ് സമൂഹം, ആരും ഉണ്ടാക്കിയത് സൃഷ്ടിച്ചതുമല്ല. എനിക്കൊരു ദുരനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മോശക്കാരനാവുക. എന്തെങ്കിലും ദുരനുഭവം നമുക്ക് ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നത് എന്തായാലും നമ്മൾ മോശം. ഈ വ്യക്തിയെ പുനരധിവസിപ്പിച്ച് അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ റെസ്റ്റോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പോലും മറന്നു പോകണം, സമൂഹവും മറക്കണം. ഒരു കുറ്റവാളിയെ, ഒരു മർഡർ കേസിൽ അക്യൂസ്ഡ് ആയിട്ട് ഒരു വ്യക്തിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു തരത്തിലും സഹായിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ താൽക്കാലികമായി മറന്നുപോയതാണ്. എനിക്ക് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്നവരെ അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വന്നു. നിന്നേ പറ്റൂ. അതെൻ്റെ ജോലിയാണ്, എൻ്റെ ബാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിൻ്റെ ഉപാധി മാത്രമാണ് ഞാൻ. മൂന്നാമത്തെ ബാധ്യതയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. മുഖ്യധാരയുടെ ഭാഗമാണ് അദ്ദേഹം. അതാണ് റീഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. തിരികെ സമൂഹത്തിലേക്ക് എത്തുന്നതല്ല, അദ്ദേഹത്തിന് റീഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തൊരു വലിയ ഹ്യൂമൻ റൈറ്റ് പറയുന്നത് റൈറ്റ് ടു ഫൊഗെറ്റ്, ദ റൈറ്റ് ടു ബി ഫൊഗോട്ടൻ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ദുരനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മോശക്കാരനാവുക. എന്തെങ്കിലും ദുരനുഭവം നമുക്ക് ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നത് എന്തായാലും നമ്മൾ ഈ വ്യക്തിയെ പുനരധിവസിപ്പിച്ച് അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ റെസ്റ്റോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പോലും മറന്നു പോകണം, സമൂഹവും മറക്കണം. അപ്പോഴേ പുനരധിവാസം പൂർണ്ണമാവുള്ളൂ, അപ്പോഴേ റീഇൻറ്റഗ്രേഷൻ നടക്കുള്ളൂ, അപ്പോഴേ റൈറ്റ് ടു ഫൊഗറ്റ് എന്ന് പറയുന്ന അവകാശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിട്ട് അവൻ കുറ്റവാളിയായി, ഒരു ജീവനെടുത്തു. സമൂഹത്തിന് തീർക്കാൻ പറ്റാത്തൊരു ക്ഷതം എന്ന് പറഞ്ഞാൽ ആ മരിച്ചുപോയ സ്ത്രീയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെ ഉള്ള അവൻ്റെ പ്രക്രിയ, അവൻ്റെ മാനസിക പ്രക്രിയ, അവൻ്റെ ജീവിത പ്രക്രിയ, അവൻ്റെ ജീവോദ്ധാരണ പ്രക്രിയ, ജീവസന്ധാരണത്തിനുള്ള ഉപാധികൾ, ഇത് മുഴുവൻ കൊടുക്കേണ്ടിയിരുന്ന ഈ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? നമ്മളുടെ പരമമായ പരാജയം. അന്ന് തോന്നിയത് വലിയ കുറ്റബോധമായിരുന്നു. അന്നല്ല, ഇന്നും കുറ്റബോധം. ഞാനത് കഴിഞ്ഞ വേള കണ്ടിരുന്നു. ഞാനിതെല്ലാം കഴിഞ്ഞ് 2014 ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ജയിലിലെ അന്തേവാസികളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടി സിറിയക് ജോസഫ് സാറും ഞാനും കൂടെ, അതായത് അന്നത്തെ ആക്ടിങ് ചെയർപേഴ്സൺ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആക്ടിങ് ചെയർപേഴ്സൺ ആയിരുന്ന അദ്ദേഹവും ഞാനും കൂടെ ഒരു ജയിലിൽ വിസിറ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയദ്രവീകരണ ശക്തിയുള്ളവരാണ്. അപ്പോൾ ആ ആർദ്രത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിന്നെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കാം എന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞു പോയി. ഒരു കുറ്റവാളിയെ, ഒരു മർഡർ കേസിൽ അക്യൂസ്ഡ് ആയിട്ടൊരു വ്യക്തിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു തരത്തിലും സഹായിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ താൽക്കാലികമായി മറന്നുപോയതാണ്. എനിക്ക് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്നവരെ അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വന്നു. നിന്നേ പറ്റൂ. അതെൻ്റെ ജോലിയാണ്, എൻ്റെ ബാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിൻ്റെ ഉപാധി മാത്രമാണ് ഞാൻ. പക്ഷേ എവിടെയോ എന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ, ആ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൻ്റെ പരാജയം തിരിച്ചറിഞ്ഞ ആ ബോധം, അത് കാരണം അവനിങ്ങനെ ആയി എന്നുള്ള തിരിച്ചറിവ്, ഇതെല്ലാം ചേർന്ന് ഞാൻ പറഞ്ഞു പോയൊരു പാഴ്വാക്കായിപ്പോയി. അത് ഞാൻ ഈ കൊല്ലങ്ങൾ കഴിഞ്ഞ് വീണ്ടും അവനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലമൊന്നുമില്ല, 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ കാണുമ്പോൾ അവിടെ കൂട്ടക്കണക്കിന് ഒരുപാട് തടവുകാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം എന്നെ കാണുമ്പോൾ ഇങ്ങനെ ആംഗ്യം കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കാണാതെയല്ല, പക്ഷെ കാണാത്ത ഭാവത്തിൽ ഞാൻ നടന്ന് നീങ്ങുകയാണ്. ഇതാ തെറ്റോ ശരിയോ? അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത് എത്തിപ്പെടുന്ന
നമ്മൾ തെറ്റിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കാൾ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അന്യസംസ്ഥാനത്ത് വരുന്ന നമ്മുടെ കുട്ടികളുണ്ട്. അവർ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അതെ അതെ. മനസ്സിലായില്ലേ? നമ്മൾ അവർ മലയാളികളാണോ അല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന എല്ലാ കുട്ടികളെയും നമ്മളൊരു നമ്മുടെ ഈ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ അനാഥാലയം എന്ന് നേരത്തെ പറഞ്ഞ വാക്ക് പോലും തിരുത്തേണ്ട കാലഘട്ടമാണ്. കാരണം ഇപ്പോഴത്തെ ബാലനീതി അനുസരിച്ച് അനാഥാലയങ്ങളില്ല, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിലൊരു ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഉണ്ട്. ഓർഫൻസ് ഇല്ല എന്ന് പറയുമ്പോഴും അതേ പേരോടി നൽകണം. അപ്പം അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു കേദാരമാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഒരു ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് പുറത്തു പോകുമ്പോൾ ഈ കുട്ടിക്ക് കിട്ടേണ്ട പേരൻ്റൽ കെയർ മുഴുവൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കുട്ടിക്ക് കൊടുത്തു എന്നാണ് നമ്മുടെ വിവക്ഷ. അങ്ങനെ തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്ത്യം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ, ഇപ്പം ഞാനൊരു ഉദാഹരണം ഇത്ര വിശദീകരിച്ച് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുറത്തുപോയ കുട്ടികൾ കമ്പത്തും തേനിയിലും മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് അവർ മയക്കുമരുന്ന് കച്ചവടം നടന്നല്ല, അവർ മയക്കുമരുന്ന് കച്ചവടം നടത്തി അവിടെ പോലീസിൻ്റെ പിടിയിലായി തുറുങ്കിലടക്കപ്പെട്ട് നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ഈ സ്ഥാപനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എവിടെയോ പരാജയപ്പെട്ടു എന്നാണ്. അതെ. അപ്പോൾ ഈ ഡീൽ ചെയ്ത കേസുകളിൽ നിന്ന് മനസ്സിലായത് എപ്പോഴും ഒരു ഭൂരിപക്ഷം കേസുകളിലും ഒരു സമൂഹം തന്നെയാണോ മനുഷ്യരെ കുറ്റവാളികളാക്കുന്നത്? അല്ല, സമൂഹം ആണല്ലോ എല്ലാത്തിനും കാരണം. സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്ന വാക്കിനെ സുയി ജനറിസ് എന്നാണ് പറയുക. തന്നെത്താൻ ഉണ്ടായതാണ് സമൂഹം, ആരും ഉണ്ടാക്കിയത് സൃഷ്ടിച്ചതുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്, ബി ദ ചേഞ്ച് ദറ്റ് യു വോണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. നിങ്ങൾ സമൂഹത്തിൽ കാണാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് നിങ്ങളതായി മാറുക. അപ്പോൾ പിന്നെ സാധന സമൂഹത്തിൽ ഇപ്പം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിനോടുള്ള എനിക്കുള്ള വിയോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന എന്തോ ഒരു സാധനമാണെന്നും അത് ഇതിന് ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ സമൂഹം, ഞാനും താങ്കളും ചേർന്നാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എൻ്റെയും താങ്കളുടെയും കൂടെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു മാറ്റം എന്തെങ്കിലും വരുത്തണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ നമ്മളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ടാവുന്നത് ഒരുപാട് ഞാൻ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട്. അത് മതിയായിരുന്നോ, പൂർണ്ണമായിരുന്നോ, ഇനി എത്ര തന്നെ വേണമോ, കുറെ കൂടെ വേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സമൂഹമാണ് ഉത്തരവാദി എന്ന് വെച്ചാൽ സമൂഹം എന്നിൽ നിന്ന് ഭിന്നമല്ലല്ലോ. അപ്പോൾ ഞാനും നിങ്ങളും ചേർന്ന സമൂഹമാണ് ഉത്തരവാദി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ എന്തെങ്കിലും അവരുടെ ഒരു വേണ്ട, പോലീസിങ്ങിനെ കുറിച്ച് തന്നെ ഒരു ഫേമസ് ഡിക്റ്റമുണ്ട്, സൊസൈറ്റി ഗെറ്റ്സ് ദ പോലീസിങ് ഇറ്റ് ഡിസേർവ്സ്. എവറി സൊസൈറ്റി ഗെറ്റ്സ് ദ പോലീസിങ് ഇറ്റ് ഡിസേർവ്സ് എന്ന് പറഞ്ഞാൽ അതിന് വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബീഹാറിലെ പോലീസിങ് അല്ല കേരളത്തിലെ പോലീസിങ് അല്ല, യു പിയിലെ പോലീസിങ് അല്ല കേരളത്തിലെ പോലീസിങ്. കേരളത്തിലെ പോലീസിങ്ങിനെ കുറിച്ച് വളരെ രസകരമായൊരു വിശകലനം ഒരു മാധ്യമത്തിൽ വന്നിരുന്നത് ഞാൻ പണ്ട് വായിച്ച് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഒരു വർഷം 6 മുതൽ 7 ലക്ഷം വരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. യു പിയിൽ 2 ലക്ഷം കേസേ ഉള്ളൂ. ഇപ്പോൾ യു പിയിലെ ക്രമസമാധാന നില കേരളത്തിനേക്കാൾ മെച്ചമാണ് എന്നൊരു വിലയിരുത്തൽ നടത്തിയൊരു മാധ്യമം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകനോട് ഞാൻ നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല പല കാര്യങ്ങളും റിവീൽ ചെയ്യുന്നത്. ഇവിടെ 7 ലക്ഷം കേസ് വരുന്നതിൻ്റെ കാരണം എൻ്റെ അയൽവക്കക്കാരൻ എന്നെ ഒന്ന് തുറച്ചു നോക്കിയാൽ അതൊരു കൊഗ്നൈസബിൾ ഒഫൻസ് ആയിട്ട് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ഇവിടുത്തെ സാധാരണ പൗരന്മാർക്കുണ്ട്. യു പിയിൽ അങ്ങനെയല്ല. ഒരു ബലാത്സംഗം നടന്നാലോ ഒരു കൊലപാതകം നടന്നാലോ അത് പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചിന്തിക്കാനുള്ള അവബോധവും വിദ്യാഭ്യാസവും മാത്രമേ അവിടുത്തെ സാമാന്യ ജനങ്ങൾക്കുള്ളൂ. അവിടെയുള്ള പല കാര്യങ്ങളിലും വിചക്ഷണരാവേണ്ട ആൾക്കാർ ഈ പൗരബോധത്തിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നമ്മൾ കാണാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നു കാർലൈലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, മോർ ദൻ ദ ക്രൈംസ് കമ്മിറ്റഡ് ബൈ ക്രിമിനൽസ്, വാട്ട് പെർപെട്രേറ്റ്സ് എ ക്രൈം ഇസ് ദ സൈലൻസ് ബൈ എന്താ പറയാ, നോ നോട്ട് ബൈ ദ വിക്ടിംസ്, ബൈ ദോസ് ഇന്റലക്ച്വൽസ് ആർ സപ്പോസ്ഡ് ടു സ്റ്റോപ്പ് ദം.
മനസ്സിലായില്ലേ? സമൂഹത്തിൽ ബുദ്ധിരാക്ഷസന്മാരും ബുദ്ധിമാന്മാരും മഹാമനീഷികളുമാണെന്ന് കരുതുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ ആൾക്കാർ നിർണായക താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് അവരെന്തെങ്കിലും നടക്കുമ്പോൾ അത് സാരമില്ല എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതാണ് ദ സൈലൻസ് ബൈ ദ ഇന്റലക്ച്വൽസ് സപ്പോസ് ടു സ്റ്റോപ്പ് ഒരു ക്രൈം, അല്ലെങ്കിൽ ഒരു ക്രൈമിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള പ്രവണതകൾ. ഇതിനെല്ലാം തടയേണ്ട ബാധ്യതയുള്ള ഒരുപാട് നിർണായക സ്ഥാനങ്ങൾ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിശബ്ദരായിരിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയുള്ള സമൂഹത്തിൽ FIRകളുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് മെച്ചപ്പെട്ട ക്രമസമാധാന നിലനിൽക്കുന്നതെന്ന് കരുതുന്ന ഒരു മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അബദ്ധജടിലമായ മൂഢസ്വർഗമാണ്. അപ്പം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. കേരളത്തിൽ ഇപ്പം എന്താ പറയുക, എന്ത് കേസ് ഇപ്പം ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ വിളിച്ച് പറയാൻ, ഇപ്പോൾ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുക, അതിനൊരു കേസ് ഫയൽ ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നതും കേരളത്തിൽ കൂടുതലാണ്. മാത്രമല്ല വേറെ വലിയ കാര്യം എന്താണെന്നറിയാം, ഇപ്പം ഞാൻ കോഴിക്കോട് കമ്മീഷണറായിരുന്നു. കോഴിക്കോട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ നിലയ്ക്ക് എവറി 4th person വുഡ് നോ മീ പേഴ്സണലി. ഏതെങ്കിലും തരത്തിൽ ഞാൻ അന്ന് ജോലി ചെയ്യുമ്പോഴും അങ്ങനെയാണ്. എന്നെ വ്യക്തിപരമായ 4 പേരെടുത്താൽ ഞാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളുണ്ടാവും. അപ്പം ഞാനങ്ങനെ ഒരു നിർണായകമായ പോലീസിൻ്റെ ഉദ്യോഗത്തിലിരിക്കുന്നുണ്ട്. എന്നെ അറിയാം എന്ന് പറയാനായിട്ട് അറിയാത്തവർക്ക് വരെ പ്രവണതയും വരും. അപ്പോൾ പലപ്പോഴും ഉണ്ടായിരുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പോലീസുകാരൻ റോഡിൽ ഒരാളെ തടയുകയാണ്, ഒരു ട്രാഫിക് വയലേഷൻ, ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. ഞാൻ ഹെൽമെറ്റ് ധരിക്കാനല്ല, നീ വേണമെങ്കിൽ ഇതിൻ്റെ ശ്രീധരോട് ചോദിച്ചോക്ക്. എന്നെ ഫസ്റ്റ് നെയിമിൽ അഡ്രസ്സ് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർക്ക് കോഴിക്കോട് കാണാം. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായി ആദ്യത്തെ ഒരു മാസം. അപ്പം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എൻ്റെ അച്ഛനാണെങ്കിലും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിയമം നോക്കി കാര്യങ്ങൾ നടപ്പാക്കിയാൽ മതി. അങ്ങനെ നിങ്ങൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ആരുടെയും പേരിൽ ഞാനൊരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിനകത്ത് മേലുദ്യോഗസ്ഥരായിട്ടുള്ള ഒരു ഡിവൈസ് റാങ്കിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം എന്നെ അറിയാമെന്ന് പറയുന്നത് പോലെ എന്നെ അറിയാത്തൊരു ഉദ്യോഗസ്ഥരോട്ടിരുന്നാൽ പോലും അവിടെയുള്ള ഏത് മലയാളിക്കും, ഇപ്പം മേഘയുടെ കാര്യം തന്നെ എടുത്തു നോക്കിക്കോളൂ, മേഘയുടെ നേരെ ഒരു അതിക്രമം നടന്നാൽ, ആൾക്കാരിക്കട്ടെ, എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് മേഘയ്ക്ക് വന്നാൽ, മേഘ ഒരു അടി കിട്ടിയാൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, എന്ത് വന്നിച്ചാലും മേഘയ്ക്ക് ഇവിടെ വിളിക്കാനായിട്ട് ഒരു 10 പേരുടെയെങ്കിലും പേരും നമ്പറും കയ്യിലുണ്ടാവും ഒരു സഹായത്തിന്. ഒരാളെ പോലും വിളിക്കാൻ പറ്റാത്ത കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നൊരു നാട്ടിലാണ് ഈ അവസ്ഥ സംജാതമായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലും നിങ്ങൾ നോക്കിയാൽ ഒരു ശരാശരി മലയാളിക്ക്, ഇപ്പം മലയാളികൾ പലപ്പോഴും മലയാളികളെ കുറിച്ച് പറയുന്ന തമാശ കഥകളിൽ അവർ ഉള്ളതിനേക്കാൾ എല്ലാം നമ്മുടെ പല സിനിമകളിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാൽ, ഇപ്പം നാടുവാഴികൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിനകത്ത് തിലകൻ്റെ റോള്. സമൂഹം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിനകത്ത് നെടുമുടി വേണുവിൻ്റെ റോള്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത്, പിന്നെ നമ്മുടെ ഈ മീശമാധവൻ സിനിമയിൽ കൊച്ചിൻ ഹനീഫയുടെ റോള്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വിളിക്കും. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തേക്ക് വിളിക്കാൻ പറ്റും, ഞാൻ ഡൽഹിയിൽ വിളിക്കും എന്നൊക്കെ പറയുന്നത് ഒരു മേന്മയായി കാണുന്നവനാണ് ശരാശരി മലയാളി. അത് മലയാളിയുടെ ഒരു ദോഷമായിട്ടാണ് നമ്മൾ പലപ്പോഴും വിവക്ഷിക്കാറുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയും, ആരെ വിളിച്ച് നിയമത്തിൽ നിന്ന് ഒഴിവാവാം എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്നവനാണ് മലയാളി എന്ന് പറയും. ഇതിൻ്റെ ഒരു മോശം വശമായിട്ട് ഞങ്ങൾ നിയമജ്ഞരും നിയമപാലകരും കാണുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരും അശരണരല്ല എന്നുള്ളതാണ്. ഈ സമൂഹത്തിൽ അശരണരായ ആരുമില്ല. നമ്മളിപ്പോൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ പറഞ്ഞു, ഇവിടെ അതിദാരിദ്ര്യത്തിലുള്ള കുറേ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരെല്ലാം ദാരിദ്ര്യമുക്തമാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിദാരിദ്ര്യമുള്ളവർ എത്ര പേരുണ്ടെന്നുള്ള ചിന്ത പോലും ഉദിക്കാത്ത ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയാണ്. ഇപ്പം ഇവിടെ അതിദാരിദ്ര്യം ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയത് കേരളത്തിലാണ്. അപ്പോൾ അത് സർക്കാർ പറഞ്ഞപ്പോൾ ശരിയാണ് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ പറയുമ്പോൾ തെറ്റാണെന്ന് വേറെ കുറേ ആൾക്കാർ പറയും. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ഉരുത്തിരിയുന്നുണ്ട്. അപ്പം അങ്ങനെ ചർച്ച പോലും ഇല്ലാത്ത അതിദരിദ്രർ വസിക്കുന്ന, ആ അതിദരിദ്രർക്ക് ശരണമില്ലാത്ത, ആരെയും വിളിക്കാനില്ലാത്ത, ആരും
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കേരളം എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ FIRകളുടെ എണ്ണം കൂടുന്നത്. അതെ. ഇപ്പോൾ മേഘയ്ക്ക് ആരെങ്കിലും മേഘ പറ്റിച്ചു, ഒരു 50 രൂപ പറ്റിച്ചു തിരിക്കട്ടെ, മേഘയ്ക്കിപ്പം ശ്രീ IPSനെ വിളിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ശ്രീ IPSനെ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് വേറെ പലരെയും വിളിക്കാം. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾക്ക് അവിടെ കിട്ടില്ല, നിങ്ങൾക്ക് തൊട്ടപ്പുറത്തുള്ള ആളെടുത്ത് പോകാം, MLA അടുത്ത് പോകാം, MP യുടെ അടുത്ത് പോകാം, പലയിടത്തും പോകാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോലും പോകാൻ പറ്റാത്ത ഒരസുഖം വന്നാൽ 3 ദിവസം തോളത്ത് ചുമന്നു പോയി ഒരു വാഹനം കിട്ടുന്ന ദൂരത്ത് താമസിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു ഒരു സംഗതിയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൊസൈറ്റി ഗെറ്റ്സ് എ പോലീസിങ് ഇറ്റ് ഡിസേർവ്സ്. അപ്പം സമൂഹത്തിലെ പൊതുവായിട്ടുള്ള ബോധവും സാമാന്യമായിട്ടുള്ള ജനങ്ങളോടുള്ള ആർദ്രതയും കുറയുന്ന സമൂഹങ്ങളിൽ ആർദ്രത കുറഞ്ഞ പോലീസിനെ കിട്ടും. കേരളത്തിൽ വളരെ ആർദ്രരായ നല്ല പോലീസുകാരെ കിട്ടും. അതാണ് വ്യത്യാസം. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഒരു കാംനെസ്, ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ആർജിച്ചെടുത്തതാണോ സമൂഹത്തിന്റെ വളർച്ച അനുസരിച്ച്? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ തേർഡ് റേറ്റ് ആയിട്ട്, ഐ മീൻ മൂന്നാം മുറ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ മാറ്റം സമൂഹത്തിന്റെയും കൂടെ അല്ലേ? അതെ. പക്ഷേ അതിൻ്റെ ഒരു പരിണത ഫലം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കുറ്റകരമായിട്ട് പോലീസിനെ കാണുമ്പോൾ പലപ്പോഴും ഇപ്പം എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആകുമ്പോൾ പോലീസുകാർ പലയിടത്തും ബലം പ്രയോഗിക്കുന്നത് മാത്രം ചിത്രീകരിച്ചിട്ട് മാധ്യമങ്ങളിൽ വരുന്നൊരു പ്രവണതയുണ്ട്. അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കൂടി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അത് ന്യായീകൃതമാകും ഒരു പരിധിവരെ. അപ്പം അങ്ങനെ മതിയായ ബലം പ്രയോഗിക്കാനായിട്ട് പോലീസിന് ബാധ്യതയുമുണ്ട്, അധികാരവുമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ മദ്യത്തിന് ആസക്തിയുള്ള ഒരാളോ അല്ലെങ്കിൽ മതിഭ്രമം വന്നിട്ടുള്ള ഒരാളോ ക്രമവിരുദ്ധമായി പെരുമാറിയ അയാളെ നിയന്ത്രിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അപ്പം ആ നിയന്ത്രിക്കുന്ന ഭാഗം മാത്രം ചിത്രീകരിച്ചിട്ട് പോലീസിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആശാസ്യകരമല്ല. കാരണം നാളെ നിങ്ങൾക്കൊരു ആ ബാധ്യത വരുമ്പോഴും റോഡിൽ വഴിയോരത്ത് കിടക്കുന്ന ഒരാളെ എങ്ങനെ കിടക്കുന്നു എന്നറിയാതെ പോണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ പോലീസ് സഹായത്തിന് എത്തിയേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ആശാസ്യകരമല്ല അങ്ങനെയുള്ള പ്രവണതകൾ. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം പണ്ടതുപോലെ പോലീസ് വളരെ മോശമായിട്ടൊന്നും ആൾക്കാരോട് പെരുമാറുന്നില്ല എന്നാണ് എൻ്റെ ധാരണ, എൻ്റെ വിശ്വാസം. അതിന് ഭ്രംശം വരുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പം അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കർശനമായ നടപടിയും അവിടെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ എന്താ പറയുക, നടപടിയെടുക്കുന്നത് പോലീസുകാരാണ് മറ്റ് പോലീസുകാരുടെ നേരെ. പലപ്പോഴും പോലീസിൻ്റെ പല അതിക്രമങ്ങളെക്കുറിച്ചും നാട്ടുകാർ പരാതി പറയുമ്പോൾ ഒരു കാര്യം അവർ മറന്നു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന് വേറൊരു പോലീസുകാരനായിരിക്കും, ആ കേസ് അന്വേഷിച്ചത് വേറൊരു പോലീസുകാരനായിരിക്കും. ഇപ്പം നമ്മളുടെ എന്താ പറയുക, നിങ്ങൾക്കറിയാം മറ്റേ ആ ഒരു പ്രവീൺ മർഡർ കേസ്, ഡിവൈഎസ്പി ആയിരുന്ന ഒരു വ്യക്തിയെ നമ്മൾ തുറങ്കിലടക്കുകയാണ്. അയാൾ എപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കേസിന് തുമ്പുണ്ടാക്കിയത് അദ്ദേഹത്തിന് തന്നെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള വേറൊരു ഡിവൈഎസ്പിയാണ്. അയാൾ മരിച്ചുപോയി, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അത്തരത്തിലൊരു കൊളീഗിനെതിരെ നടപടി എടുക്കുമ്പോൾ അതിലൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും തോന്നുന്ന എല്ലാ വികാരങ്ങളും ഞങ്ങൾക്കുണ്ട്. പക്ഷെ അത് ഞങ്ങളെ നയിക്കാറില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന എല്ലാ പരിരക്ഷയും ഞങ്ങൾ ഞങ്ങളുടെ കൊളീഗ്സിന് കൊടുക്കാറുണ്ട്. നിയമപരമായി കൊടുക്കേണ്ട പരിരക്ഷ, ആ നിയമത്തിൻ്റെ പരിധി ലംഘിക്കുന്ന ഒരാളോടൊന്നും ഞങ്ങളൊരു കാരുണ്യവും കാണിക്കാറില്ല. പക്ഷെ പലപ്പോഴും എന്താ ഉണ്ടാവും വെച്ചാൽ പല വ്യക്തികളും പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾ നിയമപരമായി വക്രീകരിച്ച് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ചെയ്യാവുന്ന ഇപ്പം നമ്മൾ വളരെ വളരെ എന്താ പറയുക, ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഒരു വിദേശയാത്രയെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടായി. വിദേശത്ത് പോകണമെങ്കിലുള്ള അനുമതി ഉണ്ടോ? അപ്പോൾ അത് നമ്മൾക്ക് വിവരാവകാശം വരുന്നതൊക്കെ നല്ല രസമാണ്. വിദേശത്ത് പോകാൻ ഉണ്ടായ അനുമതി പത്രം വേണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അടിസ്ഥാനപരമായൊരു പ്രൊമൈസ്, ഒരു വിവക്ഷ എന്ന് പറയുന്നത് വിദേശത്ത് പോകാൻ അനുമതി വേണമെന്നാണ്.
വിദേശത്ത് പോകാൻ അനുമതി വേണ്ട എന്നുള്ള നിയമം വന്നിട്ട് കാലം കുറച്ചേറെയായി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വേറൊരു കാര്യം എൻ്റെ കാര്യത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലാപ്രകടനങ്ങൾക്ക് ഇദ്ദേഹത്തിന് കൊടുത്ത അനുമതിയുടെ രേഖ പകർപ്പ്. അപ്പോൾ കലാപരമായ പ്രകടനങ്ങൾ നടത്താനായിട്ട് അനുമതി വേണം എന്നുള്ളത് അവിടെ സ്ഥാപിതമായി കഴിഞ്ഞ പോലെയാണ് സംസാരം. അല്ലെങ്കിൽ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഓൾ ഇന്ത്യ സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് 13(2) എന്നൊരു കോൺട്രാക്ട് റൂളുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സയൻറ്റിഫിക്, സ്പോർട്സ്, ആർട്ടിസ്റ്റിക്, കൾച്ചറൽ ആക്ടിവിറ്റീസിന് അനുമതി ആവശ്യമില്ല എന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ അടുത്ത്, സാമാന്യ ജനത്തിന് ഇതൊന്നും അറിയില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ പോലീസ്, അത് ഞാൻ പറഞ്ഞ നിയമത്തെ വക്രീകരിക്കുക എന്ന് പറയുന്നത്, നിയമത്തിൽ വളരെ വ്യക്തമായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടി വിവരാവകാശ നിയമത്തിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഈ ശ്രീജിത്തിന് വിദേശത്ത് പോകാൻ നൽകിയ അനുമതിയുടെ പകർപ്പ് ഹാജരാക്കുക, മനസ്സിലായില്ലേ? അപ്പം അതിനുള്ള മറുപടി എന്താ? അനുമതി നൽകിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അനുമതി ആവശ്യമില്ലാത്തൊരു സാധനത്തിന് മേഘ ചന്ദ്രനിൽ പോയതിൻ്റെ രേഖ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ മേഘ ചന്ദ്രനിൽ പോയിട്ടില്ല, അവന് രേഖയുടെ ആവശ്യമേ ഇല്ല. അതിന് പകരം എന്ത് ചെയ്യും? മേഘ ചന്ദ്രനിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവക്ഷയോടെയാണ് ചോദിക്കുന്നത്, രേഖ ഹാജരാക്കുക. അപ്പം ചന്ദ്രനിൽ പോയെന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം അത് വളരെ അസ്വാഭാവികവും നടക്കാത്തൊരു കാര്യമാണ്, നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. മറ്റേത് ആൾക്കാർ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ നിയമത്തിൻ്റെ ബോർഡറിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ഉദ്യോഗസ്ഥനെ കുറിച്ച് വന്ന ഇത്, അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്ത് വിറ്റ് കിട്ടിയ പൈസ സ്വീകരിക്കാൻ സർക്കാർ കൊടുത്ത അനുമതി രേഖ ഹാജരാക്കാൻ വാചകമാണ്. അതായത് ഒരാളുടെ കുടുംബ സ്വത്ത് വിറ്റു. അപ്പം അതിനകത്ത് നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കുടുംബ സ്വത്ത് വിറ്റ്, ഇപ്പം എൻ്റെ ഏതെങ്കിലും ഒരു അകന്ന ബന്ധു പ്രായമുള്ള ഒരാളുണ്ടെന്ന് വെച്ചോ, അയാൾ എനിക്ക് എൻ്റെ പേരിൽ എഴുതി വെക്കുന്ന ഒരു സാധനം എന്നോട് ചോദിച്ചിട്ടല്ല എഴുതി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ അതിനുള്ള മുൻകൂർ അനുമതി കാണിക്കാൻ ലോകത്ത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുടുംബസ്വത്ത് ലഭിക്കാൻ, സ്വീകരിക്കാൻ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുമതിയുടെ പകർപ്പ്. അപ്പോൾ അതിന് അനുമതി നൽകിയിട്ടില്ല എന്നല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ? അനുമതിയുടെ പകർപ്പില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ?